ഭരതപ്രതിഷ്ഠയാൽ ധന്യമായ മഹാക്ഷേത്രമാണ് ഇരിഞ്ഞാലക്കുടയിലെ കൂടൽമാണിക്യം ക്ഷേത്രം. ഉപദേവതയില്ലാത്ത, ദീപാരാധനയില്ലാത്ത വിഷ്ണു ക്ഷേത്രം. പ്രദക്ഷിണം ശിവക്ഷേത്രം പോലെ അപൂർണമായ മഹാക്ഷേത്രം. നാലമ്പല ദർശനക്രമത്തിലെ രണ്ടാമത്തെ ക്ഷേത്രമാണ് കൂടൽമാണിക്യ ക്ഷേത്രം. രാമായണ മാസക്കാലത്ത് നാലമ്പല ദർശനം പുണ്യമെന്നാണ് വിശ്വാസികൾ കരുതുന്നത്. ഈ നാലമ്പല ദർശനത്തിൽ രണ്ടാമത് ദർശനം നടത്തുന്ന ക്ഷേത്രമാണ് കൂടൽമാണിക്യ ക്ഷേത്രം. ഈ ക്ഷേത്രത്തിന് നിരവധി ചരിത്ര പ്രത്യേകതകളുണ്ട്, അതേപോലെ തന്നെ പ്രത്യേക പൂജാവിധികളുണ്ട്. നമുക്ക് നോക്കാം കൂടൽമാണിക്യ സ്വാമിയുടെ ചരിത്രം. സംഗമേശ ശൗര്യ വാരിധേ മംഗളരൂപ സംഗമേശ ശൗര്യ വാരിധേ മംഗളരൂപ. നാലമ്പല ദർശനത്തിൽ തൃപ്രയാറിൽ നിന്നും ഭക്തരെത്തേണ്ടത് ഇരിഞ്ഞാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിലാണ്. ഭരതനാണ് വിഗ്രഹം. ഉപദേവതമാരില്ല. 3 കൈകളിൽ കോദണ്ഡം, ചക്രം, ശംഖ് എന്നിവയും അഭയമുദ്രയോട് കൂടിയതുമായ പ്രതിഷ്ഠ. ഇരുനില വട്ടശ്രീകോവിലിൽ കിഴക്ക് ദർശനമായി നിലകൊള്ളുന്നു. പ്രതിഷ്ഠ ഭരതന്റേതെങ്കിലും പൂജകൾ മഹാവിഷ്ണുവിനാണ്. വിഗ്രഹത്തിൽ കണ്ട മാണിക്യകാന്തി പരിരക്ഷിക്കാൻ കായംകുളം രാജധാനിയിൽ നിന്നും കൊണ്ടുവന്ന മാണിക്യം വിഗ്രഹത്തിനടുത്ത് വെച്ചപ്പോൾ അത് വിഗ്രഹത്തിൽ ലയിച്ചു ചേർന്നു എന്നാണ് ഐതിഹ്യം. അന്നു മുതൽ കൂടൽമാണിക്യം ക്ഷേത്രമെന്ന് അറിയപ്പെടുന്നു അത്രേ. പൂജകൾക്ക് ചന്ദനത്തിരിയും കർപ്പൂരവും ഉപയോഗിക്കില്ല. ഉപദേവതയില്ല, ദീപാരാധനയില്ല. വിഷ്ണു ക്ഷേത്രമെങ്കിലും പ്രദക്ഷിണം ശിവനെ പോലെ അപൂർണം. ഇങ്ങനെ സംഗമേശന് ചിട്ടവട്ടങ്ങളിൽ പോലും പ്രത്യേകതകൾ ഒട്ടനവധി. ഈ നാലമ്പലത്തിലെ ഈ 4 വിഗ്രഹങ്ങളായാലും ശ്രീകൃഷ്ണൻ പൂജിച്ചിരുന്ന ഗോപുരത്തിൽ പൂജിച്ചിരുന്ന വിഗ്രഹങ്ങളാണെന്നാണല്ലോ. അപ്പോൾ അതിൽ ശംഖിന്റെ ഒരു ഇതായിട്ടാണ് നമ്മുടെ ഭരതന്റെ ഇത്. പിന്നെ ഇവിടെ മറ്റുള്ള ക്ഷേത്രങ്ങളിലെ പക്ഷെ ഇവിടെ പദ്ധതി സമ്പ്രദായം എന്ന് പറയും. അതായത് ഇവിടെ 3 പൂജ ഉണ്ടാവുള്ളൂ. ദീപാരാധന ഇല്ലായ്മ ഇവിടുത്തെ പ്രത്യേകതയാണ്. കാരണം ഇവിടെ ഈ ചന്ദനത്തിരി, കർപ്പൂരം, അങ്ങനെ കുങ്കുമപ്പൂവ്, അങ്ങനത്തെ സുഗന്ധ വ്യഞ്ജനങ്ങളൊന്നും നമ്മൾ ഉപയോഗിക്കില്ല. 6 തന്ത്രിമാരുള്ള കേരളത്തിലെ ഏക ക്ഷേത്രം കൂടിയാണ് കൂടൽമാണിക്യം. പുറപ്പെടാ ശാന്തിയാണ് ഇവിടെയുള്ളത്. താമരമാലയും വഴുതനങ്ങ നിവേദ്യവും മീനൂട്ടുമൊക്കെ ഇവിടുത്തെ പ്രധാന ചടങ്ങുകളാണ്. താമരപ്പൂമാല ഭഗവാന് കൂടുതൽ പ്രിയമാണ്. താമരമാല ചാർത്തി പ്രാർത്ഥിച്ചാൽ സകല വിഘ്നങ്ങളും മാറിക്കിട്ടുമെന്നാണ് വിശ്വാസം. ക്ഷേത്രത്തിൽ ഉപദേവതകളില്ലെങ്കിലും തിടപ്പള്ളിയിൽ ഹനുമാനും വാതിൽമാടത്തിൽ തെക്കും വടക്കും ദുർഗയും ഭദ്രകാളിയും ഉണ്ടെന്നാണ് സങ്കല്പം. താമരയും തെച്ചിയും തുളസിയും മാത്രമേ ക്ഷേത്രത്തിൽ പൂജയ്ക്കായി ഉപയോഗിക്കുള്ളൂ. തിടപ്പള്ളിയിൽ അവിലും പൂവം പഴവും നിവേദ്യമുണ്ട്. ദുർഗയ്ക്കും ഭദ്രകാളിക്കും ഉത്സവകാലത്ത് മാത്രമാണ് നേദ്യമുള്ളത്. നളചരിതം ആട്ടക്കഥയിലൂടെ കേരള ഭാഷാ സാഹിത്യത്തിൽ അനശ്വര പ്രതിഷ്ഠ നേടിയ ഉണ്ണായി വാര്യർ കൂടൽമാണിക്യസ്വാമിയുടെ ഉത്തമ ഭക്തനായിരുന്നു. ശ്രീരാമ പഞ്ചശതി എന്ന കാവ്യം അദ്ദേഹം ഭഗവാന് സമർപ്പിച്ചിട്ടുണ്ട്. ഇവിടേക്ക് എത്തുമ്പോൾ ഒരു പുത്തൻ ഉണർവുണ്ടാകുമെന്നാണ് ഭക്തർ വിശ്വസിച്ചു പോരുന്നത്. നാലമ്പലം ദർശനം വളരെ പ്രാധാന്യമുള്ളതും ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് വളരെ അടുത്ത് ചേർന്ന് നിൽക്കുന്നതുമാണ് ആയിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പുരാതന കാലത്ത് ഇതൊരു ജൈന ക്ഷേത്രമായിരുന്നു എന്നും പറയപ്പെടുന്നു. കൂടൽമാണിക്യം എന്ന പേരിൽ പല ഐതിഹ്യങ്ങളുമുണ്ട്. ജൈന സന്യാസിമാരെ മാണിക്യൻ എന്ന സംജ്ഞ ചേർത്ത് വിളിച്ചിരുന്നു. കൂടൽമാണിക്യ സ്വാമിയായി വാഴും ശ്രീഭരതനെ കൈതൊഴാം. രാമസോദര മൂർത്തിയായി വാഴും ശ്രീഭരതനെ കൈതൊഴാം. കൂടൽ എന്നത് പണ്ട് കാലത്ത് 2 നദികൾ സംഗമിച്ചിരുന്നിടമായതിനാൽ വന്നതാകാം ഈ പേരെന്നും കരുതുന്നു. ഒപ്പം മാണിക്യക്കല്ല് വിഗ്രഹത്തിൽ ലയിച്ചു ചേർന്നിട്ടുള്ളതാകാമെന്നും പറയപ്പെടുന്നു. ക്ഷേത്രത്തിന് ചുറ്റും 4 വലിയ കുളങ്ങളുണ്ട്. ക്ഷേത്രത്തിനുള്ളിലെ ഈ കുളം കുലീബിനി തീർത്ഥമെന്നും അറിയപ്പെടുന്നു. ക്ഷേത്രത്തിൽ ആവശ്യത്തിന് മാത്രമേ ഇതിലെ ജലം ഉപയോഗിക്കുള്ളൂ. വിശാലമായിട്ടുള്ള കുളമാണ് കൂടൽമാണിക്യ ക്ഷേത്രത്തിന്റെ മറ്റൊരു പ്രത്യേകത. വിശാലമായിട്ടുള്ള കുളം, ആ കുളത്തിന് ചുറ്റും പ്രദക്ഷിണ വഴികളും ഒരുക്കിയിട്ടുണ്ട്. കുളം മാത്രമല്ല, കുളത്തിനുള്ളിൽ വിശാലമായിട്ടുള്ള ഹോമകുണ്ടങ്ങളും ഉണ്ട് എന്നാണ് വിശ്വാസികൾ ഇപ്പോഴും വിശ്വസിച്ചു പോരുന്നത്. ക്ഷേത്രത്തിനുള്ളിൽ മറ്റു ക്ഷേത്രങ്ങളെ പോലെ കേരളീയ വാസ്തുവിദ്യയുടെ പ്രത്യക്ഷോദാഹരണമായ ഒരു കൂത്തമ്പലം ക്ഷേത്ര തുല്യ പവിത്രതയോടെ നിലകൊള്ളുന്നുണ്ട്. സംഗമേശ്വര സംഗമേശ്വര പാഹി മാം. ഉപദേവതകളില്ലാത്ത, ദീപാരാധനയില്ലാത്ത, അതേപോലെ തന്നെ സുഗന്ധ വ്യഞ്ജനങ്ങൾ ഉപയോഗിക്കാത്ത ക്ഷേത്രം. സംഗമേശന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. സംഗമേശ ഭൂമിയിലേക്ക് ഒഴുകുകയാണ് ഈ രാമായണ മാസക്കാലത്ത് ഭക്തർ. മനുകൃഷ്ണയ്ക്കൊപ്പം സാനു കെ സജീവ്, ജനം, തൃശൂർ. ആര്യ രാമായണ മാസത്തോടൊപ്പം തന്നെ കൂട്ടിച്ചേർത്ത് വായിക്കണം. നമ്മുടെ ആരോഗ്യത്തിനും വളരെ
അതെ, കർക്കിടക മാസം എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സും ശരീരവും ശുദ്ധിയാക്കുന്ന ഒരു മാസം.